ഏകദേശം 7 ലക്ഷം കോടി രൂപ എന്ന തലകറങ്ങുന്ന തുകയെറിഞ്ഞ് മാട്രിക്സും ഹാരി പോട്ടറും ബാറ്റ്മാനും ജനിച്ച വാർണർ ബ്രദേഴ്സ് എന്ന ഐതിഹാസിക സ്റ്റുഡിയോയെ ഒരു കമ്പനി സ്വന്തമാക്കിയിരിക്കുന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയാമോ? വെറും 25 വർഷം മുമ്പ് 400 കോടി രൂപയ്ക്ക് തങ്ങളെ ഒന്ന് ഏറ്റെടുക്കുമോ എന്ന് യാചിച്ച് വിപണിയിലെ രാജാക്കന്മാർക്ക് മുന്നിൽ ഇതേ കമ്പനി തലകുനിച്ച് നിന്നിരുന്നു. അന്ന് അപമാനിക്കപ്പെട്ട് ഇറങ്ങിപ്പോയവർ ഇന്ന് ഹോളിവുഡ് ഭരിക്കുമ്പോഴും ഇലോൺ മസ്കിൻ്റെ കടുത്ത ആക്രമണങ്ങളും സ്വന്തം വരിക്കാരെ ചതിച്ച പാസ്വേഡ് നിയന്ത്രണങ്ങളും ഒടുവിൽ നന്ദിനി മേത്ത എന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥയിലൂടെ പുറത്തു വന്ന ഞെട്ടിക്കുന്ന വംശീയ അഴിമതികളും ഇവരെ ഇന്ന് ലോകത്തിലെ വില്ലനാക്കി മാറ്റിയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിൻ്റെ തുടക്കത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരും കേട്ട് വന്നൊരു സ്ഥിരം കഥയുണ്ട്. 1997 റീഡ് ഹേസ്റ്റിങ്സ് എന്നൊരു വ്യക്തി ബ്ലോക്ക് ബസ്റ്റർ വീഡിയോ ലൈബ്രറിയിൽ നിന്നും അപ്പോളോ 13 എന്ന് പറയുന്ന സിനിമയുടെ കാസറ്റ് വാടകയ്ക്ക് എടുക്കുന്നതാണ് ആ കഥ. ആ കാസറ്റ് തിരിച്ചു കൊടുക്കാൻ അദ്ദേഹം മറന്നു പോവുകയും വൈകിയതിൻ്റെ പേരിൽ $40 ഫൈൻ അടിക്കേണ്ടി വരികയും ചെയ്തു എന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ ദേഷ്യത്തിൽ ഫൈൻ ഇല്ലാതെ ഒരു കമ്പനി തുടങ്ങണം എന്ന വാശിയിലാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ സ്ഥാപകൻ അത് ഉണ്ടാക്കിയത് എന്നാണ് കഥ. കേൾക്കാൻ നല്ല രസമുള്ള ഒരു സിനിമാറ്റിക് ടച്ചുള്ള കഥയാണത്. ഒരു ഹീറോയുടെ ഉദയം പോലെ തോന്നിക്കുന്ന ഒരു സംഭവം. എന്നാൽ ബ്രാൻഡിങ്ങിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട മനോഹരമായൊരു നുണയാണ് എന്നാണ് പിന്നീടത് വെളിയിൽ അറിയപ്പെടുന്നത്. അതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു. യഥാർത്ഥ കഥ കുറച്ചുകൂടി ടെക്നോളജിക്കലും എന്നാൽ അതിനേക്കാളേറെ അഡ്വഞ്ചറസുമാണ്. ഈ ബിസിനസ്സിൻ്റെ അടിത്തറ സിനിമയോടുള്ള സ്നേഹമൊന്നുമല്ല, മറിച്ച് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന പ്രത്യേക ടൈപ്പ് കണക്കുകളായിരുന്നു. 1997 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർക്ക് മനസ്സിലാവും. നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ അത് ഏകദേശം 2005 വരെയൊക്കെ തന്നെ നീണ്ടു വന്നിട്ടുണ്ട്. ഈ VHS എന്ന് പറയുന്ന പ്രത്യേകതരം കാസറ്റുകൾ അന്നുണ്ടായിരുന്നു. ഇഷ്ടിക പോലെ വലിപ്പമുള്ള താഴെ വീണാൽ പൊട്ടുന്ന കാസറ്റുകളാണവ. അത് പോസ്റ്റിൽ അയക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം വലിപ്പമുണ്ട്, ഭാരമുണ്ട്. സോ അയക്കാനുള്ള കാശ് തന്നെ മുതലാകില്ല. ഒരു കാസറ്റ് അയക്കാനും അത് തിരിച്ചു വിളിക്കാനും ചിലവാകുന്ന തുക എന്ന് പറയുന്നത് ആ ഒരു കാസറ്റ് വാടകയായി ലഭിക്കുന്ന തുകയേക്കാൾ കൂടുതലാണ്. പക്ഷേ റീഡ് ഹേസ്റ്റിങ്സും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള മാർക്ക് റാൻഡോൾഫും വളരെ ലോങ് വിഷനുള്ള വ്യക്തികളായിരുന്നു. അവർ അമേരിക്കൻ വിപണിയിൽ അപ്പോൾ മാത്രം എത്തിത്തുടങ്ങിയ ജപ്പാനിൽ നിന്ന് വരുന്ന DVD എന്ന പുതിയ സാങ്കേതിക വിദ്യയെക്കുറിച്ച് മനസ്സിലാക്കി. തീരെ കനം കുറഞ്ഞ തിളങ്ങുന്ന പോറലുകൾ ഏൽക്കാത്ത ആ ഒരു പ്ലാസ്റ്റിക് ഡിസ്കുകൾ കണ്ടപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ഇത് തപാലിൽ അയക്കാൻ വെറും 32 സെൻറ്റ് മാത്രമേ ചിലവ് വരൂ. അതായത് $10 പോലും വരുന്നില്ല. അവിടെയാണ് നെറ്റ്ഫ്ലിക്സ് ജനിക്കുന്നത്. സിനിമയോടുള്ള അടങ്ങാത്ത പ്രണയമല്ല ഇതിൻ്റെ കാരണമെന്ന് മനസ്സിലായില്ലേ, മറിച്ച് തപാൽ സംവിധാനം ഉപയോഗിച്ച് എങ്ങനെ ബ്ലോക്ക് ബസ്റ്റർ എന്ന ഭീമനെ തോൽപ്പിക്കാം എന്നൊരു ബുദ്ധിയിൽ നിന്നാണ് അവർ ഇത് തുടങ്ങുന്നത്. VHSൻ്റെ ഭാരത്തിൽ ബ്ലോക്ക് ബസ്റ്റർ കമ്പനി കുടുങ്ങിയപ്പോൾ DVD ഒരു സാധ്യതയിലാണ് നെറ്റ്ഫ്ലിക്സ് ചിറകടിച്ച് ഉയരാൻ തുടങ്ങിയത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും തുടക്കമൊട്ടും നെറ്റ്ഫ്ലിക്സിന് എളുപ്പമായിരുന്നില്ല. 1997 അവർ കമ്പനി തുടങ്ങുമ്പോൾ ആകെ ഉണ്ടായിരുന്നത് 30 ജീവനക്കാരും 900 സിനിമകൾ മാത്രമാണ്. ആരും ഇവരെ ശ്രദ്ധിച്ചത് പോലുമില്ല. ആളുകൾക്ക് വേണ്ടത് അപ്പോൾ സിനിമ കാണാനാണ്, അല്ലാതെ തപാലിൽ വരാൻ കാത്തിരിക്കുക എന്നുള്ളതല്ലല്ലോ. ഓരോ സിനിമയ്ക്കും പണം കൊടുക്കുന്ന അവരുടെ ആദ്യത്തെ രീതിയായിരുന്നു പേപ്പർ റെൻ്റൽ. അത് വലിയ പരാജയമായിരുന്നു. അങ്ങനെ അവരുടെ കമ്പനി പൂട്ടിപ്പോകുന്ന അവസ്ഥയെത്തി. അവിടെയാണ് അവരുടെ തലവര മാറ്റി ഒരു ഐഡിയ ഉണ്ടാവുന്നത്. ഉപഭോക്താവിൻ്റെ മനഃശാസ്ത്രത്തെ നന്നായിട്ട് പഠിച്ചിട്ട് 1999 അവർ സബ്സ്ക്രിപ്ഷൻ മോഡൽ അവതരിപ്പിക്കാൻ തുടങ്ങി. അതൊരു റെവല്യൂഷണറി ആയിട്ടുള്ള ഐഡിയ ആണ്. അന്നത്തെ ഭീമനായിരുന്ന ബ്ലോക്ക് ബസ്റ്ററിൻ്റെ ബിസിനസ് മോഡൽ ജനങ്ങളുടെ മറവിയെയും അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അബദ്ധത്തെയും മുതലെടുത്ത് അവരിൽ നിന്ന് ക്യാഷ് പിടുങ്ങുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലേറ്റ് ഫീസ് ഉപയോഗിച്ചുകൊണ്ടാണ് 70% ബ്ലോക്ക് ബസ്റ്റർ പോലെയുള്ള കമ്പനികൾ അന്ന് പ്രവർത്തിച്ചിരുന്നത്. സോ ഈ ലേറ്റ് ഫീ എന്ന് പറയുന്നത് ഇടപാടുകാർക്ക് പണി കിട്ടുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ബിസിനസ് വളരുക. എന്നാൽ നെറ്റ്ഫ്ലിക്സ് നേരെ തിരിച്ചാണ് ചിന്തിച്ചത്. ഉപഭോക്താവിൻ്റെ സന്തോഷത്തെ ലാഭമാക്കി മാറ്റാൻ എന്ത് ചെയ്യാം? ഒരു മാസം നിശ്ചിത തുക തന്നാൽ എത്ര സിനിമ വേണമെങ്കിലും കാണാൻ പറ്റുന്ന രീതിയിൽ ഫൈൻ ഇല്ലാതെ, ഡ്യൂ ഡേറ്റ് ഇല്ലാതെ ആ സിനിമ ഈ മാസാമാസം എത്ര നാൾ പൈസ അടയ്ക്കുന്നോ അത്രയും ദിവസം ഇരിക്കുന്ന രീതിയിൽ അയച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പരിപാടി അവർ തുടങ്ങി. അതൊരു വിശ്വാസമായിരുന്നു. ഈ ഒരു വിശ്വാസമാണ് ഉപഭോക്താക്കളെ നെറ്റ്ഫ്ലിക്സുമായിട്ട് ഇമോഷണലി അടുപ്പിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് സിനിമ കാണാനുള്ള സ്വാതന്ത്ര്യമാണ് ആളുകൾക്ക് നെറ്റ്ഫ്ലിക്സ് കൊടുക്കുന്നത്. പക്ഷേ അത് നല്ലൊരു ഐഡിയ ആണ് എങ്കിലും ബിസിനസ് അങ്ങനെ നടക്കണമെന്നില്ലല്ലോ. 2000 ആയപ്പോൾ ഈ .com ബബിൾ എന്ന് പറയുന്ന ബബിൾ പൊട്ടി. ഇപ്പോൾ നമ്മൾ AI കാണുന്ന ഒരു ബബിൾ ഉണ്ട്. അതായത് കുറേ കമ്പനികൾ AI തുടങ്ങുന്നു, മറ്റ് AI സംവിധാനങ്ങളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, അവർ ബിസിനസ് കൊണ്ടുവരുന്നു, ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മളൊക്കെ തന്നെ അതിൽ അക്കൗണ്ട് എടുക്കുന്നു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവരും പൊതുവെ വിശ്വസിക്കുന്നത് എല്ലാ AI കമ്പനികളും സക്സസ് ആവും, അതിലൊക്കെ തന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്.
ഇതേപോലെ 2000-ൽ .com എന്ന് പറഞ്ഞ് ഇൻ്റർനെറ്റ് തുടങ്ങുന്ന സമയത്ത് ഒരു ബബിൾ ഉണ്ടായിരുന്നു. .comലുള്ള ഏത് കമ്പനിയിലും ഇൻവെസ്റ്റ് ചെയ്യും, പക്ഷേ ആ കമ്പനിക്ക് വലിയ ബാക്ക് സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ പെരുവി വന്ന കുറേ ഫേക്ക് കമ്പനികൾ പൊട്ടിയ സമയമുണ്ട്. ആ സമയത്താണ് നെറ്റ്ഫ്ലിക്സിൻ്റെ കയ്യിലും സത്യത്തിൽ കാശില്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നഷ്ടം മാത്രം ബാക്കിയായിട്ട് ഗതികെട്ട അവസ്ഥയിൽ ഹേസ്റ്റിങ്സ് ബ്ലോക്ക് ബസ്റ്ററിൻ്റെ ആസ്ഥാനത്തേക്ക് അങ്ങോട്ട് ചെന്നിട്ട് അവരോട് പറഞ്ഞു, ഒരു വീഡിയോ റെൻ്റൽ രംഗത്തെ രാജാക്കന്മാരായ നിങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും. ലോകമെമ്പാടും നിങ്ങൾക്ക് ആയിരക്കണക്കിന് സ്റ്റോറുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഹേസ്റ്റിങ്സ് അവരുടെ CEO ആയിട്ടുള്ള ജോൺ ആൻഡിക്കോയോട് പറഞ്ഞത്, ഞങ്ങളെ ഒരു $5 കോടി ഏറ്റെടുക്കാമോ എന്നുള്ളതാണ്. പകരം നിങ്ങളുടെ ഓൺലൈൻ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ഇതൊരു സുവർണ അവസരമായിരുന്നു. പക്ഷേ തങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു പരിപാടിയൊക്കെ തുടങ്ങി അതിൽ വലിയ രീതിയിൽ ബിസിനസ് ഇൻവെസ്റ്റൊക്കെ ചെയ്യുന്ന നെറ്റ്ഫ്ലിക്സിനെ ബ്ലോക്ക് ബസ്റ്റർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സോ നെറ്റ്ഫ്ലിക്സിൻ്റെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ അവരങ്ങ് പൂട്ടിപ്പോട്ടെ എന്ന് വിചാരിച്ച് ബ്ലോക്ക് ബസ്റ്ററിൻ്റെ CEO അത് കേട്ട് ചിരിച്ചിട്ട് അവരെ കളിയാക്കി പുറത്താക്കുകയാണ് ചെയ്തത്. നെറ്റ്ഫ്ലിക്സിനെ വെറും ഒരു ശല്യക്കാരായി, ഒരു ചെറിയ മീനായിട്ട് അദ്ദേഹം കണ്ടു. ഇൻ്റർനെറ്റൊക്കെ വെറും തമാശയാണ്, ആളുകൾക്ക് കടയിൽ വന്ന് സിനിമ എടുക്കാനാണ് ഇഷ്ടം എന്നതായിരുന്നു ബ്ലോക്ക് ബസ്റ്ററിൻ്റെ അഹങ്കാരം. ആ ചിരിയുണ്ടല്ലോ, ബിസിനസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു അബദ്ധമായിരുന്നു അവർക്ക്. അന്ന് ആ മുറിയിൽ വെച്ചുണ്ടായ ഒരു അപമാന ഭാരം, ആ ഒരു അവഗണന, അതാണ് നെറ്റ്ഫ്ലിക്സിനെ വാശി പിടിപ്പിച്ചത്. തിരിച്ചിറങ്ങിയ ഹേസ്റ്റിങ്സ് ഒരു കാര്യം തീരുമാനിച്ചു, ബ്ലോക്ക് ബസ്റ്ററിനെ തകർക്കണം. കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് അവർ ബുദ്ധി ഉപയോഗിക്കാൻ തുടങ്ങി. ബ്ലോക്ക് ബസ്റ്ററിൻ്റെ കടകളിൽ സ്ഥല പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ അവർ ഷെൽഫ് സ്പേസിന് നോക്കിയിട്ട് പുതിയ സിനിമകൾക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. ഓടിത്തീർന്ന സിനിമകളുടെ കാസറ്റുകൾ എടുത്ത് മാറ്റും. അതായത് പഴയ സിനിമകളൊന്നും ബ്ലോക്ക് ബസ്റ്ററിൻ്റെ ഒരു സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. പക്ഷേ നെറ്റ്ഫ്ലിക്സിൻ്റെ ഗോഡൗണിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ആരും കാണാത്ത, ആർക്കും വേണ്ടാത്ത പഴയ സിനിമകളും ഡോക്യുമെൻ്ററികളും അവർ ശേഖരിച്ച് CD-യിലാക്കി സിനി മാച്ച് എന്നൊരു അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ട് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള അപൂർവമായിട്ടുള്ള പഴയ സിനിമകളെ അവരിങ്ങനെ ശേഖരിച്ച് സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് സിനിമകൾക്ക് വേണ്ടി അടിപിടി കൂടുമ്പോൾ നെറ്റ്ഫ്ലിക്സ് ആരും ശ്രദ്ധിക്കാത്ത സിനിമകളെ കാണിച്ച് ആളുകളെ കയ്യിലെടുക്കാൻ തുടങ്ങി. ഇതിനെയാണ് ബിസിനസ് ലോകം ദ ലോങ് ടെയിൽ തന്ത്രം എന്ന് വിളിക്കുന്നത്. അങ്ങനെ കാലം മാറി. DVD വളരെ ഫേമസ് ആയപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ ബിസിനസ് വളരെ വലിയ ലാഭത്തിലായി. നെറ്റ്ഫ്ലിക്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കുതിച്ചുയർന്നു. സാധാരണഗതിയിൽ ആരും ആ സമയത്ത് മറ്റൊരു റിസ്ക് എടുക്കാറില്ല, കാരണം ഉള്ള ലാഭം വാരിക്കൂട്ടി സുഖമായിട്ടിരിക്കും. പക്ഷേ ഹേസ്റ്റിങ്സ് ഒരു ജീനിയസ് ആയിരുന്നു. ഇൻ്റർനെറ്റിൻ്റെ വേഗത കൂടുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഭാവി എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് ഡിസ്കിലല്ല, മറിച്ച് ലൈവ് സ്ട്രീമിങ്ങിലാണ്, യൂട്യൂബ് പോലെ. ഇപ്പോൾ നമ്മൾ മാറുന്നില്ലെങ്കിൽ നാളെ മറ്റാരെങ്കിലും നമ്മളെ ഇല്ലാതാക്കും. അങ്ങനെ സ്വന്തം ബിസിനസ്സിനെ കൊന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് ചെയ്യുമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് ഈ തൻ്റെ സ്വന്തം DVD ബിസിനസ്സിനെ തകർക്കാൻ സാധ്യതയുള്ള സ്ട്രീമിംഗ് എന്ന് പറയുന്ന പരീക്ഷണത്തിന് വേണ്ടി അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാനും പഠിക്കാനുമായിട്ട് തുടങ്ങി. തുടക്കത്തിൽ അതൊരു വൻ ദുരന്തമായിരുന്നു. ക്വാളിറ്റി തീരെയില്ല, വിരലിൽ എണ്ണാവുന്ന സിനിമകൾ മാത്രമേ സ്ട്രീം ചെയ്യാൻ പറ്റൂ, സ്ക്രീൻ മുഴുവൻ പിക്സലുകളാണ്, ക്ലാരിറ്റി ഇല്ല. പോരാത്തതിന് 2011 അവർക്ക് വലിയൊരു അബദ്ധം പറ്റി. ഈ DVD ബിസിനസ്സിനെ ക്വിക്സ്റ്റർ എന്ന പേരിൽ വേറൊരു കമ്പനിയാക്കാൻ വേണ്ടി നെറ്റ്ഫ്ലിക്സ് ശ്രമിച്ചു. അതിന് വേറെ പൈസയും വേറെ വെബ്സൈറ്റും വേണമെന്നായപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർ ഇളകി. ഒറ്റയടിക്ക് 6 ലക്ഷം വരിക്കാരെ അവർക്ക് നഷ്ടപ്പെട്ടു. ഓഹരി 75% ഇടിഞ്ഞു. കമ്പനി പൂട്ടി എന്ന് എല്ലാവരും വിധി എഴുതി. പക്ഷേ അവിടെയാണ് ഒരു യഥാർത്ഥ ലീഡറിൻ്റെ ഗുണം ഹേസ്റ്റിങ്സ് കാണിക്കുന്നത്. അദ്ദേഹം തൻ്റെ തെറ്റ് ഏറ്റുപറഞ്ഞു. ആ തീരുമാനത്തെ പിൻവലിച്ചിട്ട് ഉപഭോക്താവിനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന പാഠം കൃത്യമായിട്ട് പഠിച്ചെടുത്തു. സ്ട്രീമിംഗ് രംഗത്ത് അവർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കണ്ടൻറ്റ് ക്ഷാമമായിരുന്നില്ല, മറിച്ച് അന്നുള്ള ഇൻ്റർനെറ്റിൻ്റെ സ്പീഡാണ്. സ്ട്രീമിംഗ് തുടങ്ങിയപ്പോൾ ലോകം മുഴുവൻ ബഫറിംഗ് എന്ന് പറയുന്ന ഐക്കൺ കണ്ടു മടുത്തു. നമ്മൾ 2G ഉപയോഗിച്ച് പണ്ട് യൂട്യൂബ് കാണുന്ന സമയത്ത് അറിയില്ലേ, നമ്മൾ പിന്നെ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് കുറച്ചിടണം. ഇപ്പോഴും എല്ലാവർക്കും ഫുൾ സ്പീഡ് കിട്ടാറില്ല, നമ്മളും ആ ബഫറിംഗ് കാണാറുണ്ട്. സോ അങ്ങനെ വന്നപ്പോൾ ആ വട്ടം കറങ്ങുന്ന സാധനമാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് അവർ തിരിച്ചറിയാൻ തുടങ്ങി. ഇതിനെ മറികടക്കാനായിട്ട് അവർ കണ്ടെത്തിയ പരിഹാരം ടെക്നോളജിക്കൽ വേൾഡിനെ ഞെട്ടിക്കുന്നതായിരുന്നു. അവർ സ്വന്തമായി ഇൻ്റർനെറ്റിൻ്റെ ഒരു ഭാഗം പല രാജ്യങ്ങളിലും ഉണ്ടാക്കാൻ തുടങ്ങി. അതാണ് ഓപ്പൺ കണക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഓപ്പൺ കണക്റ്റാണ് ഇപ്പോഴും നെറ്റ്ഫ്ലിക്സിൻ്റെ നട്ടെല്ല്. ചെറിയ ഫ്രിഡ്ജിൻ്റെ വലിപ്പമുള്ള ചുവന്ന പെട്ടികൾ, നമ്മളിപ്പോൾ സെർവറുകളെന്ന് വിളിക്കൂലേ, ഇപ്പോൾ യൂട്യൂബിനൊരു സെർവറുണ്ട്. നമ്മളൊരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ അത് അമേരിക്കയിൽ നിന്നൊന്നും ആയിരിക്കില്ല വരുന്നത്, അമേരിക്കയിൽ സ്റ്റോർ ചെയ്യുന്ന സെർവറിൽ നിന്നായിരിക്കില്ല. ബാംഗ്ലൂരോ ഹൈദരാബാദിലോ ഒക്കെ യൂട്യൂബിന് സെർവർ ഉണ്ടെങ്കിൽ, ഗൂഗിളിനുണ്ടെങ്കിൽ അതിൽ നിന്നായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഒരു വീഡിയോ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ മൊബൈലിൽ എത്തേണ്ട കാര്യമില്ല, തൊട്ടടുത്തുള്ള സെർവറിൽ നിന്ന് വരും. സോ ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ നെറ്റ്ഫ്ലിക്സ് അക്കാലത്ത് ലോകമെമ്പാടുമുള്ള ഇൻ്റർനെറ്റ് പ്രൊവൈഡേഴ്സിൻ്റെ ഓഫീസുകളിൽ കൊണ്ടുവന്ന് ഈ പറയുന്ന പെട്ടികൾ കൊണ്ടുവയ്ക്കാൻ തുടങ്ങി. ഇത് ഹാർഡ് ഡിസ്ക്കാണ്.
ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നെറ്റ്ഫ്ലിക്സ് അൽഗോരിതം പഠിച്ചതിന് ശേഷം പിറ്റേന്ന് വൈറലാകാൻ സാധ്യതയുള്ള എല്ലാ സീരീസുകളെയും സിനിമകളെയും ഈ പെട്ടിക്കകത്ത് സ്റ്റോർ ചെയ്യും. ഉദാഹരണത്തിന് നാളെ സ്ട്രേഞ്ചർ തിങ്സ് റിലീസാകും എന്നറിയാമെങ്കിൽ അവർ ഇന്ന് തന്നെ സ്ട്രേഞ്ചർ തിങ്സിനെ ലോകത്തുള്ള ലോക്കലായിട്ടുള്ള ഡാറ്റാബേസുകളിലും സെർവറുകളിലും ഒക്കെ തന്നെ എത്തിക്കും. സോ ഇപ്പോൾ ഇന്ത്യയിലുള്ള ആളുകൾ വൻതോതിൽ കണ്ടാൽ അമേരിക്കയിൽ നിന്നല്ല, പകരം ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള സെർവറുകൾ അത് ഹാൻഡിൽ ചെയ്യും. അപ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ കാലിഫോർണിയയിലെ മെയിൻ സെർവറിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ലോകത്തുള്ള എല്ലാ ഭാഗത്തുമുള്ള എല്ലാ യൂസേഴ്സിൻ്റെ വീടിനടുത്തുമുള്ള പെട്ടികളിലേക്ക് ആ എപ്പിസോഡ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമ്മൾ പ്ലേ ബട്ടൺ അമർത്തുമ്പോൾ സമുദ്രങ്ങൾക്കപ്പുറത്ത് നിന്ന് കേബിളുകൾ വഴിയല്ല, മറിച്ച് നമ്മുടെ കവലയിൽ നിന്നായിരിക്കും ചിലപ്പോൾ ആ വീഡിയോ വരുന്നത്. ലിറ്ററലി ഫ്രീസറിലിരിക്കുന്ന ഭക്ഷണം എടുത്ത് ചൂടാക്കുന്ന പോലെ എളുപ്പമാണ് ഈ ഒരു സാങ്കേതിക വിദ്യ. ഇതാണ് നെറ്റ്ഫ്ലിക്സിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കിയത്. സോ ടെക്നോളജി കൈപ്പിടിയിലായപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആളുകളുടെ മനഃശാസ്ത്രത്തെ ഉന്നം വയ്ക്കാൻ തുടങ്ങി. 2013 വരെ അവർ മറ്റു സ്റ്റുഡിയോകളുടെ സിനിമകളാണ് സത്യത്തിൽ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ സിനിമ കാണുന്നവർ ഇടനിലക്കാരെ മാത്രമാണ്. എന്നാൽ ഡിസ്നിയും മറ്റും സ്വന്തം പ്ലാറ്റ്ഫോം തുടങ്ങുകയും സോണി അവർക്ക് സിനിമ കൊടുക്കാതിരിക്കുകയും ചെയ്താൽ നെറ്റ്ഫ്ലിക്സിന് പണി കിട്ടും. അങ്ങനെ അവരെന്ത് വിചാരിച്ചു? സ്വന്തമായിട്ട് സീരീസുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ഹൗസ് ഓഫ് കാർഡ്സ് ആയിരുന്നു ഇതിന് തുടക്കം. ഈ സിനിമ ഉണ്ടാക്കിയത് സംവിധായകൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല, ബിഗ് ഡാറ്റ ഉപയോഗിച്ചാണ്. അതായത് നെറ്റ്ഫ്ലിക്സിലെ പ്രേക്ഷകർക്ക് എന്തൊക്കെ ഇഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കി ഡേവിഡ് ഫിഞ്ച് എന്ന സംവിധായകനെയും കെവിൻ സ്പെയ്സി എന്ന നടനെയും ഉപയോഗിച്ച് പൊളിറ്റിക്കൽ ത്രില്ലറുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടമാകുമെന്ന് ഡാറ്റ കണ്ടപ്പോൾ മനസ്സിലായി. അങ്ങനെ ഈ ഘടകങ്ങളെല്ലാം ചേർത്ത് ഒരു ഹിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നവർക്ക് മനസ്സിലായി അൽഗോരിതം ഉപയോഗിച്ച്. ഒരു പൈലറ്റ് എപ്പിസോഡ് പോലും നിർമ്മിക്കാതെ $100 മില്യൺ അവർ ഇതിനു വേണ്ടി മുടക്കിയത്. സാധാരണ TV ചാനലുകൾ ആഴ്ചയിൽ ഓരോ എപ്പിസോഡ് വെച്ചാണ് കാണിക്കുന്നതെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ആ ഒരു സീരീസ് ടെക്നോളജിയും പൊളിച്ചെഴുതി. ഒരു സീസണിൻ്റെ എല്ലാ എപ്പിസോഡുകളും ഒറ്റയടിക്ക് റിലീസ് ചെയ്യും. അങ്ങനെയാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന ബിഞ്ച് വാച്ചിങ് എന്ന് പറയുന്ന പുതിയ ശീലം ഉണ്ടായത്. അതായത് ഒരു സീരീസ് തുടങ്ങിയാൽ ഉറക്കം കളഞ്ഞും നമ്മൾ ആ സീരീസ് കണ്ടു തീർക്കും. ഈ അടുത്ത് സ്ട്രേഞ്ചർ തിങ്സ് അങ്ങനെ നമ്മൾ കണ്ടില്ലേ. സോ ഇതിനാക്കം കൂട്ടാനാണ് സ്കിപ്പ് ഇൻട്രോ എന്ന് പറയുന്ന ബട്ടൺ വരുന്നത്. അത് നിസ്സാരമെന്ന് തോന്നാം, പക്ഷേ പാട്ടും ക്രെഡിറ്റ്സും എല്ലാം ഒഴിവാക്കി സമയം പോകുന്നത് അറിയാത്ത രീതിയിലാണ് ആളുകളെ പിടിച്ചിരുത്തുന്നത്. ഒരു എപ്പിസോഡ് തീർന്നാൽ അടുത്തത് തുടങ്ങണോ വേണ്ടയോ എന്ന് ആലോചിക്കാതെ തന്നെ 5 സെക്കൻഡിനുള്ളിൽ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് എപ്പിസോഡ് പ്ലേ ആവും. അങ്ങനെ നമ്മളെ സ്ക്രീനിന് മുന്നിൽ തളച്ചിടാൻ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു കെണി ഉപയോഗിച്ചുകൊണ്ടാണ് നെറ്റ്ഫ്ലിക്സ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഏതൊരു സാമ്രാജ്യവും എന്നും ഒരേപോലെ നിലനിൽക്കാനുള്ള സാധ്യതയില്ല. 2022 നെറ്റ്ഫ്ലിക്സ് ആടി ഉലയാൻ തുടങ്ങി. വരിക്കാരും കുറഞ്ഞു, ഓഹരി ഇടിഞ്ഞു. ഡിസ്നിയും ആമസോണും മത്സരവുമായിട്ടെത്തി. എല്ലാവരും പറഞ്ഞു നെറ്റ്ഫ്ലിക്സിൻ്റെ സുവർണ അവസരം കഴിഞ്ഞു എന്ന്. പക്ഷേ അവിടെയാണ് അവരുടെ കൾച്ചർ പ്രവർത്തിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ഒരു സ്നേഹമുള്ള കുടുംബം പോലെയല്ല, ജയിക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു സ്പോർട്സ് ടീം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അവർക്കത് നഷ്ടം കുഴപ്പമില്ല. കളിക്കാൻ പറ്റാത്തവരെ അവർ ദയയില്ലാതെ പുറത്തു വിടും. ഉയർന്ന ശമ്പളം, പക്ഷേ ഉയർന്ന നിലവാരമുണ്ടാകണം എന്നതാണ് അവരുടെ രീതി. ഈ ഒരു വാശി അവർ ബിസിനസ്സിലും കാണിക്കുന്നുണ്ട്. ഒരിക്കലും പരസ്യം കാണിക്കില്ല എന്ന് പറഞ്ഞ നെറ്റ്ഫ്ലിക്സ് പരസ്യങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. പാസ്വേഡ് ഷെയർ ചെയ്യുന്നത് സ്നേഹമാണ് എന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്യുന്നവർ പാസ്വേഡ് ബ്ലോക്കിംഗ് കൊണ്ടുവരാനുള്ള മാർഗ്ഗങ്ങൾ ആരാഞ്ഞു. നിങ്ങളുടെ സഹോദരൻ്റെ നെറ്റ്ഫ്ലിക്സ് അക്കൗണ്ട് ഗൾഫിലാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കൺഫേം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ലൊക്കേഷൻ മാറുന്നതനുസരിച്ച് ഇതിൻ്റെ സൈൻ ഇൻ മാറുന്നത് കണ്ടിട്ടില്ലേ. പക്ഷേ ഈ തന്ത്രം ഫലിച്ചു കേട്ടോ. ഫ്രീ ആയി കണ്ടുകൊണ്ടിരുന്നവർ അതിൽ അഡിക്റ്റായി കാശ് കൊടുത്ത് കാണാൻ തുടങ്ങി. അങ്ങനെ നെറ്റ്ഫ്ലിക്സിൻ്റെ ലാഭം വീണ്ടും കുതിച്ചുയർന്നു. ഒടുവിൽ ലൈവ് ഈവൻറ്റുകൾ കൈവയ്ക്കാൻ തുടങ്ങി. സ്പോർട്സ് ലൈവ് സ്ട്രീമിംഗ് വലിയൊരു പരീക്ഷണമായിരുന്നു. 2024 മൈക്ക് ടൈസന്റെ ബോക്സിംഗ് മാച്ച് ലൈവായിട്ട് നെറ്റ്ഫ്ലിക്സ് കാണിച്ചപ്പോൾ സെർവർ ക്രാഷായി. ഒരു തരത്തിൽ അത് നെറ്റ്ഫ്ലിക്സിൻ്റെ സക്സസ് ആയിരുന്നുവെങ്കിലും നെറ്റ്ഫ്ലിക്സിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് ലോകം കളിയാക്കി. നെറ്റ്ഫ്ലിക്സിന് ലൈവ് പറ്റില്ല എന്നാണ് അതിനെക്കുറിച്ച് ടെക് ലോകം പറഞ്ഞത്. പക്ഷേ വെറും 2 മാസം കൊണ്ട് ആ തെറ്റുകളെ തിരുത്തി 2025 ജനുവരിയിൽ WWE റോയെ ലൈവായിട്ട് കാണിച്ചവർ മറുപടി കൊടുത്തു. അവരുടെ എഞ്ചിനീയറിംഗ് ടീമിൻ്റെ കരുത്താണ് നമ്മളതിൽ യഥാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ യാത്രയുടെ ഏറ്റവും വലിയ ക്ലൈമാക്സിലാണ് സത്യത്തിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. 2025 ഡിസംബറിൽ വാർണർ ബ്രദേഴ്സിനെ മൊത്തമായി വാങ്ങി അവർ തങ്ങളുടെ ആധിപത്യം ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം 7 ലക്ഷം കോടി രൂപയ്ക്കാണ് ബാറ്റ്മാനും സൂപ്പർമാനും ഗെയിം ഓഫ് ത്രോൺസും ഒക്കെ ഇറങ്ങിയ അതേ കമ്പനിയുടെ സിനിമകൾ കാണിച്ചിരുന്ന നെറ്റ്ഫ്ലിക്സ് വാങ്ങിക്കുന്നത്. അപ്പോൾ വാർണർ ബ്രോസിനെ സെപ്പറേറ്റ് ആയിട്ട് നിർത്തുമെന്നും എന്നാൽ നെറ്റ്ഫ്ലിക്സിൻ്റെ ഉടമസ്ഥതയിൽ തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് മെയിൽ വന്നത്. കുറച്ച് കഴിയുമ്പോൾ വാർണർ ബ്രോസിൻ്റെ ഐക്കണൊക്കെ മാറി നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ഐക്കണിലായിരിക്കും ഇതൊക്കെ തന്നെ പ്രത്യക്ഷപ്പെടുക. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വെറുമൊരു DVD കമ്പനിയായി തുടങ്ങി ബ്ലോക്ക് ബസ്റ്ററിൻ്റെ ഓഫീസിൽ നിന്ന് അപമാനിക്കപ്പെട്ട് ഇറങ്ങിപ്പോന്ന ഒരു കമ്പനി ഇന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മീഡിയ സ്ട്രീമിംഗ് സാമ്രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ്. പരമ്പരാഗത സിനിമാ സ്റ്റുഡിയോകൾക്ക് ചെയ്യാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളെയും ധൈര്യത്തോടെ ചെയ്ത് ലാഭത്തിലാക്കാൻ ഒരു ടെക്നോളജി കമ്പനിക്ക് സാധിച്ചിരിക്കുകയാണ് നമ്മളിവിടെ കാണുന്നത്.
എന്നാൽ ചില ഡാർക്ക് സൈഡുകളുണ്ട്. ഈ വലിയ കുത്തക കമ്പനികളെ വാങ്ങിക്കുന്ന തിളക്കത്തിന് താഴെ കാണാതെ പോകുന്നൊരു ഇരുട്ടുണ്ട്. ലോകം മുഴുവൻ പിടിച്ചടക്കുമ്പോഴും സ്വന്തം ആരാധകർക്കിടയിൽ നെറ്റ്ഫ്ലിക്സിന് ഇന്നൊരു വില്ലൻ പരിവേഷമുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ ട്രെൻഡാകുന്ന ക്യാൻസൽ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് ഉണ്ട്. അതൊരു പ്രതിഷേധമല്ല, മറിച്ച് പ്രേക്ഷകരുടെ വിയോജിപ്പാണ്. ഏറ്റവും വലിയ തിരിച്ചടി അവർ തന്ന വാക്ക് മാറ്റിയതാണ്. ലവ് ഈസ് ഷെയറിംഗ് എ പാസ്വേഡ് എന്ന് 2014 ലോകത്തിനോട് വിളിച്ചു പറഞ്ഞൊരു കമ്പനി ലാഭം കുറഞ്ഞപ്പോൾ ആ സ്നേഹം പിൻവലിച്ചിരിക്കുന്നു. കുടുംബാംഗങ്ങളല്ലാത്തവർക്ക് പാസ്വേഡ് നൽകിയാൽ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുമെന്നുള്ള ഭീഷണി വന്നിരിക്കുന്നു. വർഷങ്ങളായി അവരെ വിശ്വസിച്ച വരിക്കാരെ അത് വല്ലാതെ ചൊടിപ്പിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ ഒരിക്കലും പരസ്യം കാണിക്കില്ല എന്ന് പറഞ്ഞ അതേ കമ്പനി തന്നെ അവരുടെ ഹോം പേജിൽ എക്കാലത്തെയും വലിയ വാഗ്ദാനത്തെ മറികടന്ന് കുറഞ്ഞ പ്ലാനുകളിൽ പരസ്യങ്ങൾ കുത്തി നിറച്ച് ലാഭം ഉണ്ടാക്കുന്നുണ്ട്. സോ തത്വങ്ങളെക്കാൾ വലുത് ലാഭമാണെന്നാണ് അവർ വീണ്ടും തെളിയിക്കുന്നത്. അതിനേക്കാൾ വലിയൊരു ക്രൂരത അവർ കാണിക്കുന്നത് ക്രിയേറ്റർമാരോടും സത്യത്തിൽ ആരാധകരോടുമാണ്. വൺ സീസൺ കട്ട്സ് അഥവാ ഒറ്റ സീസൺ കൊണ്ട് സീരീസ് നിർത്തുന്ന പരിപാടി ഇടയ്ക്കിടെ നെറ്റ്ഫ്ലിക്സ് സ്ഥിരമാക്കുന്നുണ്ട്. നിരൂപക പ്രശംസ നേടിയ 1899, വാരിയർ, നൺ തുടങ്ങിയ സീരീസുകൾ കൃത്യമായ കണക്കുകൾ തികച്ചില്ല എന്ന കാരണത്താൽ പാതി വഴിയിൽ ഉപേക്ഷിച്ചു. കലയെ വെറും ഡാറ്റയായും എക്സൽ ഷീറ്റിലെ നമ്പറുകളായും മാത്രം കാണുന്ന ഒരു കോർപ്പറേറ്റ് ഭീമനായിട്ട് അവർ മാറുന്നുണ്ട് എന്ന പ്രശ്നം കാണുന്നുണ്ട്. LGBTQ കണ്ടന്റുമായി ബന്ധപ്പെട്ട് ഇലോൺ മസ്ക് ക്യാൻസൽ നെറ്റ്ഫ്ലിക്സ് ക്യാമ്പയിൻ 2025 ഒക്ടോബർ തുടങ്ങിയിരുന്നു. ഉപഭോക്താക്കളുടെ പ്രതിഷേധത്തേക്കാൾ ഗൗരവമായിട്ടുള്ള മറ്റൊരു പ്രതിസന്ധി ഇപ്പോൾ അവർ നേരിടുന്നത് ഏറ്റവും വലിയ ആരാധക വിപണികളിലൊന്നായ ഇന്ത്യയിൽ നിന്നാണ്. വെറും ഉള്ളടക്കത്തിൻ്റെ പേരിലുള്ള തർക്കങ്ങളല്ല, മറിച്ച് കമ്പനിയുടെ കോർപ്പറേറ്റ് മൊറാലിറ്റിയെയും അവരുടെ നിയമവാഴ്ചയെയും ചോദ്യം ചെയ്യുന്ന ചില ആരോപണങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഇന്ത്യൻ എംപ്ലോയി ആയിട്ടുള്ള നന്ദിനി മേത്ത വെളിപ്പെടുത്തിയിരുന്നു. മുൻ നെറ്റ്ഫ്ലിക്സ് എക്സിക്യൂട്ടീവ് വെളിപ്പെടുത്തിയ ഇതിൽ ചില പ്രത്യേക കാര്യങ്ങൾ പറയുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിലെ ബിസിനസ് ആൻഡ് ലീഗൽ അഫയേഴ്സ് വിഭാഗം വൈസ് പ്രസിഡന്റായിരുന്ന നന്ദിനി കമ്പനിക്കെതിരെ ജെൻഡർ ബയാസ് ഉണ്ടെന്നും വംശീയ വേർതിരിവുകളും ഉണ്ടെന്നും പറഞ്ഞ് അമേരിക്കയിൽ വെച്ച് നിയമ നടപടി സ്വീകരിച്ചിരുന്നു. പുറമേ നോക്കുമ്പോൾ ഒരു ഓപ്പൺ കൾച്ചർ കാണിക്കുന്ന നെറ്റ്ഫ്ലിക്സ് അവരുടെ ഉള്ളിൽ വളരെ ജീർണിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഗർഭിണിയായിരിക്കെ തന്നെ അന്യായമായി പിരിച്ചു വിട്ടുവെന്നും ഇന്ത്യൻ വംശജ ആയതുകൊണ്ട് വിവേചനം നേരിട്ടു എന്നുമാണ് പ്രധാനമായിട്ടും അവർ ആരോപിച്ചിരുന്നത്. കാര്യങ്ങൾ തങ്ങളുടെ വാക്കിലല്ല കൈവിട്ടു പോവുകയാണെന്ന് കണ്ടപ്പോൾ 2025 ഒക്ടോബറിൽ നെറ്റ്ഫ്ലിക്സ് നന്ദിനി മേത്തയുമായിട്ട് സംസാരിച്ച് ഒത്തുതീർപ്പിലെത്തി കേസിനെ സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. കേസ് പിൻവലിക്കാൻ വലിയൊരു തുകയും നൽകി. അങ്ങനെ ആ വിഷയം അവിടെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യൻ സർക്കാർ നന്ദിനി കൊളുത്തിയ തീയെ വളരെ സീരിയസ് ആയിട്ടാണ് കണ്ടത്. അവരുടെ വെളിപ്പെടുത്തലുകളുടെ ചുവട് പിടിച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ് നെറ്റ്ഫ്ലിക്സിൻ്റെ ലോക്കലായിട്ടുള്ള പ്രവർത്തനങ്ങളെ, ലോക്കൽ ഓപ്പറേഷനെ വിശദമായിട്ട് അന്വേഷിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോളിവുഡിലെ എഴുത്തുകാരുടെയും നടന്മാരുടെയും സമരമുണ്ടായ സമയത്ത് നെറ്റ്ഫ്ലിക്സ് പ്രതിക്കൂട്ടിലായിരുന്നു എന്നൊരു വാദം ഉണ്ടായിരുന്നു. മനുഷ്യരായ എഴുത്തുകാർക്ക് പകരം AI ഉപയോഗിച്ചുകൊണ്ട് തിരക്കഥ എഴുതാനുള്ള നീക്കങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് നടന്നത്. കോൺട്രവേഴ്സിയാണെന്ന് പറയട്ടെ, സാങ്കേതികവിദ്യ മനുഷ്യനെ വേട്ടയാടുന്ന കഥ പറഞ്ഞ അവരുടെ തന്നെ ബെസ്റ്റ് സീരീസ് ആയിട്ടുള്ള ബ്ലാക്ക് മിററിലെ ജോൺ ഈസ് ഓഫുൾ എന്ന എപ്പിസോഡ് പോലെ നെറ്റ്ഫ്ലിക്സ് സ്വന്തം കഥയിലെ വില്ലനായി മാറുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. അപ്പോൾ എന്താണ് നെറ്റ്ഫ്ലിക്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ആസ് എ ബിസിനസ് കേസ് സ്റ്റഡി ഇതിൽ നിന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ് എന്താണ്? കൂടാതെ ഇതുപോലെ ഏതൊക്കെ കമ്പനികളെ കുറിച്ചാണ് നമുക്ക് വീഡിയോസുകൾ ചെയ്യേണ്ടത് എന്നുകൂടി കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.